ശാസ്താംകോട്ടയിലും ശൂരനാടും പടിഞ്ഞാറേക്കല്ലടയിലും സ്നാനഘട്ടങ്ങളിൽ നിരവധി പേരാണ് ബലിതർപ്പണത്തിനെത്തിയത്. പുലർച്ചെ മുതൽ തന്നെ വലിയ തിരക്കാണ് സ്നാനതീർത്ഥങ്ങളിൽ അനുഭവപ്പെട്ടത്. വിവിധ സ്നാനഘട്ടങ്ങളിൽ നൂറുകണക്കിന് ആളുകളാണ് ബലിതർപ്പണ ചടങ്ങിനായി എത്തിയത്. ശൂരനാട് വടക്ക് വില്ലാടസ്വാമി ക്ഷേത്രത്തിൽ പുലർച്ചെ 4 മുതൽ ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചിരുന്നു. ഈ നാട്ടിലെ മുഴുവൻ ഭക്തജനങ്ങളുടെയും സാന്നിധ്യ സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. ഈ ക്ഷേത്രത്തിന്റെ ഒരു പ്രത്യേകത, എല്ലാ ദിവസവും ഈ ക്ഷേത്രത്തിൽ ബലിതർപ്പണ ചടങ്ങ് നടത്തുന്നതാണ് എന്നുള്ള കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. ക്ഷേത്രത്തോട് ചേർന്നുള്ള പള്ളിക്കലാറ്റിലായിരുന്നു തർപ്പണ ചടങ്ങുകൾ നടന്നത്. ഒഴുക്ക് ശക്തമായ സാഹചര്യത്തിൽ ആവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങളും ഇവിടെ ഒരുക്കിയിരുന്നു. കൊല്ലത്തെ ബാഹുബലി ശൂരനാട് വടക്ക് വില്ലാടസ്വാമി ക്ഷേത്രത്തിൽ വളരെ ഗംഭീരമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് അപൂർവമായ തിരക്കാണ് അനുഭവപ്പെടുന്നത്. പള്ളിക്കലാറ്റിൽ വെള്ളം അല്പം കൂടുതലാണെങ്കിലും അപകട സാധ്യത മുൻനിർത്തി പോലീസും ഫയർഫോഴ്സും വേണ്ടുന്ന എല്ലാ ഒരുക്കങ്ങളും ചെയ്തിരിക്കുന്നത് ഭക്തജനങ്ങൾക്ക് വളരെ സൗകര്യപ്രദമാണ്. ഇവിടെ നടക്കുന്ന പ്രധാന വഴിപാടുകൾ പിതൃബലിയും ഗ്രഹവനവും മറ്റ് ക്ഷേത്രപൂജകളുമാണ്. എല്ലാത്തിനും അപൂർവമായ തിരക്കാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കടപുഴ തിരുവാറ്റ ക്ഷേത്രത്തിലും നൂറുകണക്കിന് പേരാണ് ബലിതർപ്പണ ചടങ്ങിനായി എത്തിയത്. ചിത്ര നക്ഷത്ര മുരളീധരൻ നാമധേയസ്യാം, അശ്വതി നക്ഷത്ര മാധവൻ നാമധേയസ്യാം, ആയില നക്ഷത്ര സരസ്വതിയമ്മ നാമധേയസ്യാം. സ്നാനഘട്ടത്തിൽ വിപുലമായ ക്രമീകരണമാണ് ഒരുക്കിയിരുന്നത്. അജിരാമമ്പൂറ്റിയുടെ കാർമ്മികത്വത്തിലാണ് നടക്കുന്നത്. എല്ലാ സുരക്ഷാ സംവിധാനങ്ങളോടുകൂടിയാണ് ഫയർഫോഴ്സ്, പോലീസ് അവരുടെ നിർദ്ദേശാനുസരണം എല്ലാ സൗകര്യങ്ങളും ഒരുക്കി സ്ത്രീജനങ്ങൾക്ക് പ്രത്യേക മുൻഗണന നൽകി കടവും എല്ലാം വൃത്തിയാക്കി ലൈഫ് ജാക്കറ്റും ലൈഫ് അംഗങ്ങളും ഉണ്ടായിരുന്നു. എല്ലാവരുടെയും എല്ലാ സുരക്ഷയും മുൻനിർത്തിയാണ് ഈ പരിപാടി നടത്തിയത്. എല്ലാ വർഷവും നടക്കുന്നത് പോലെ തന്നെ ഭക്തജനങ്ങളുടെ തിരക്കുണ്ട്, നല്ല തിരക്കുണ്ട്. പുലർച്ചെ മുതൽ തന്നെ ഇവിടെ ബലിതർപ്പണത്തിനെത്തിയവരുടെ തിരക്ക് കാണാമായിരുന്നു. കടപുഴ അമ്പലത്തുങ്കൽ മഹാദേവ ക്ഷേത്രത്തിലും നിരവധി പേരാണ് ബലിതർപ്പണ ചടങ്ങിനായി എത്തിയത്. ഇവിടെയും ഏറെ തിരക്ക് അനുഭവപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട.